ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഇപ്പോഴത്തെ മോർണിംഗ് ആൻഡ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സംസാരിച്ച് സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ജോവിസ് ഹെർബൽ പപ്പായ ഫേസ് വാഷാണ്. ഇതൊരു അടിപൊളി ഫേസ് വാഷാണ് കേട്ടോ. അപ്പം നിങ്ങളൊരു ടീനേജ് ഗേളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് വാഷാണ് ഇത്. ഹെർബൽ ഫേസ് വാഷാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ പാരാബിൻ ഫ്രീ ആണ്, കെമിക്കൽ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം. ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള നല്ലൊരു ഫേസ് വാഷാണ്. ഇതിൽ മെയിനായിട്ട് വരുന്നത് പപ്പായ എക്സ്ട്രാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യിക്കാനും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സൊക്കെ റിമൂവ് ചെയ്തിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിൻ നമുക്ക് തരും. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് നല്ല ക്ലിയർ ആക്കാനും ക്ലീൻ ആക്കാനും അതുപോലെ തന്നെ ബ്രൈറ്റൻ ചെയ്യാനും ഫ്രഷ് ആക്കി വെക്കാനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കിപ്പോൾ ഒരൊറ്റ സ്റ്റെപ്പ് കൊണ്ട് നല്ലൊരു ഗ്ലോയിങ് സ്കിൻ, ഫ്രഷ് ഉള്ളൊരു സ്കിൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചേഞ്ച് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ആദ്യം എൻ്റെ ഫേസ് കുറച്ച് ഡള്ളായിരുന്നു. ഇപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് കണ്ടോ, നല്ലൊരു ഫ്രഷ് ആയിട്ടുണ്ട്, നല്ല ഗ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഫേസ് കാണുമ്പോൾ അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ടീനേജ് ആയിട്ടുള്ള ഗേൾസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. നല്ലൊരു ഫേസ് വാഷാണ് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ആദ്യം ഞാൻ എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് വാഷാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫേസ് വാഷാണ്. അപ്പോൾ ഫേസ് നല്ല ബ്രൈറ്റ് ആയത് കണ്ടോ, അടിപൊളി ഫേസ് വാഷാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ, സൂപ്പറാണ്. ഇനി ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും എടുക്കാം. നെക്സ്റ്റ് സൺസ്ക്രീനാണ്. ഇത് മസ്റ്റായിട്ടുള്ള ഒരു സാധനമാണ്. സെയിം ജോവിസിൻ്റെ തന്നെ ജോവിസ് ഹെർബൽ സൺഗോൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ SPF 60 PA+++ ഉണ്ട്. അപ്പോൾ UVA ആൻഡ് UVB റേസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കും. അതുപോലെ തന്നെ നല്ലൊരു ഈവൻ്റ് ആയിട്ടുള്ള ഒരു സ്കിന്ന് നമുക്ക് തരും. ഇതും പാരാബിൻ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആദ്യം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചൊരു തിക്ക് ലെയർ പോലെ തോന്നുമെങ്കിലും ഇത് ഫുള്ളായിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു സെയിം സ്കിൻ ടോണിലേക്ക് പോകും. മാത്രമല്ല ഇത് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ഒന്ന് ബ്രൈറ്റൻ ചെയ്ത് നിർത്താനും നല്ലൊരു ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യും. ഈ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ പുറമെ വേറെ മേക്കപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ കാണിച്ചു തരാം, ലാസ്റ്റ് നിങ്ങൾക്ക് റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് ആദ്യം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടോ, കുറച്ചൊരു തിക്ക് ഒരു ലെയർ പോലെ ഫീൽ ചെയ്യുമെന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, സ്കിന്ന് നല്ലൊരു നമ്മൾ ഒരു എന്താ പറയുക, ഒരു സെറ്റിംഗ് പൗഡറൊക്കെ ഇട്ട പോലത്തെ ഒരു ഫിനിഷ് നമുക്കിതിന് കിട്ടും. അപ്പോൾ നമുക്ക് സൺലൈറ്റിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷനും കിട്ടും, നല്ലൊരു മാറ്റ് ഫിനിഷിലുള്ള എന്നാൽ നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഇട്ട ഒരു ലുക്കും കിട്ടും കേട്ടോ. ഇനി നമുക്കിത് അധികം മേക്കപ്പ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഞാനൊരു പൊട്ട് മാത്രമേ ഇതിനകത്ത് വെക്കുന്നുള്ളൂ. അപ്പോൾ അടിപൊളി സൺസ്ക്രീനാണ്, ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പോൾ ഹെർബലുമാണ്, പാരാബിൻ ഫ്രീ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നൈക്കയിൽ നിന്നും അതുപോലെ തന്നെ ജോവിസിൻ്റെ വെബ്സൈറ്റിൽ നിന്നും മേടിക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതാണ് മോർണിംഗ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഇനി നൈറ്റ് സ്കിൻ കെയറിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് ജോവിസിൻ്റെ ഹെർബൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട്. ഇനി ഞാനൊരു ഷീറ്റ് മാസ്ക് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ആഴ്ചയിൽ ഞാൻ 3 തവണ യൂസ് ചെയ്യാറുണ്ട്. അടിപൊളി ഷീറ്റ് മാസ്ക് ആണ്, ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഷീറ്റ് മാസ്ക് ആണ്. അപ്പോൾ ഇതിൻ്റെ സിറം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാരറ്റിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് സ്കിന്നിന് എത്രത്തോളം നല്ലതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഓറഞ്ചിൻ്റെ ജ്യൂസ്, ഇത് നമ്മുടെ ടാഞ്ചറിനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാരറ്റ് ജ്യൂസും അതുപോലെ തന്നെ ഓറഞ്ചോ അല്ലെങ്കിൽ ടാഞ്ചറിനോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതിൽ രണ്ടിലും വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും കറുത്ത പാടുകൾ മാറ്റാനും സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഞാൻ ഹണിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 1/2 സ്പൂൺ എടുക്കാം. അപ്പോൾ ഇതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഷീറ്റ് മാസ്കിന് വേണ്ടുന്ന ആ ഒരു സിറം തയ്യാറായിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇത് പക്ക നാച്ചുറൽ ആയിട്ടുള്ളൊരു
ഷീറ്റ് മാസ്കാണ്. വേറെ കെമിക്കലും ഒന്നും ചേർത്തിട്ടുള്ള സാധനമൊന്നുമല്ല, നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അടിപൊളി ഇഫക്റ്റീവാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഈ ഷീറ്റ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇത്. നമുക്ക് ഈ ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും, ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതുപോലൊരു ഷീറ്റ് എടുക്കുക. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ക്യാപ്സ്യൂളായിട്ടാണ് കിട്ടുന്നത്. ഇത് നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെയും ഹണിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ലിക്വിഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിടുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് ആ ഒരു ജ്യൂസ് ഇതിനകത്തേക്ക് അബ്സോർബ് ആകും. അപ്പോൾ അതിങ്ങനെ വീർത്ത് വരും, കണ്ടോ. അപ്പോൾ നന്നായിട്ടിത് ഫുള്ളായിട്ട് ആ ഒരു സാധനം അതിനകത്തേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് നമ്മുടെ ഫേസിലേക്ക് വെച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്ന് തണുപ്പിച്ചിട്ട് എടുത്തിട്ട് അങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ലൊരു കൂളിങ്ങും കൂടെ കിട്ടും. ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല സ്കിന്നിനും കുറച്ചൊരു കൂളിങ് ഒരു എന്താ പറയുക ഒരു ഫീല് നമുക്ക് തരും. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഷീറ്റ് മാസ്കാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ സ്കിന്നിന്. അപ്പോൾ ഇത് ഫേസിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഇതൊരു 30 മിനിറ്റ്സ് ഞാൻ വയ്ക്കും. 30 മിനിറ്റ്സിന് ശേഷം ഇത് റിമൂവ് ചെയ്ത് മാറ്റും. അപ്പോൾ ഞാനിത് ആഴ്ചയിൽ 3 തവണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് നമ്മുടെ ഫേസിൽ കാണാൻ പറ്റും. സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവും, നല്ല ബ്രൈറ്റ് ആവും. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഷീറ്റ് മാസ്കാണ്. ഇനി ഞാനിത് റിമൂവ് ചെയ്ത് കളയാണ്. ഇതിപ്പോൾ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് നല്ലൊരു ഗ്ലോ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് പ്ലെയിൻ വാട്ടറിൽ. എന്നിട്ട് നമുക്ക് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഫേസ് സിറം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ അത് യൂസ് ചെയ്യാം. ഞാനൊരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇപ്പോൾ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസൊക്കെ സ്കിന്നിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിന് പകരമായിട്ട് മിൽക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ടും ഇതുപോലെ ഷീറ്റ് മാസ്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോയും സ്കിന്നൊന്ന് ബ്രൈറ്റ് ആയതുപോലെയൊക്കെ തോന്നും. ഇത് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് മാത്രമാണ്. പക്ഷേ നമ്മളിത് റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ നല്ലൊരു ഡിഫറൻസ് ഫേസിൽ കാണാനായിട്ട് പറ്റും. മെയിനായിട്ട് ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും, കറുത്ത പാടുകളൊക്കെ മാറും, സ്കിന്ന് നല്ലപോലെ ക്ലിയർ ആകും. അപ്പോൾ നല്ലൊരു ഒരു ഷീറ്റ് മാസ്കാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. അപ്പം ഇനി ഞാനൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ണിനടിയിലായിട്ട് അണ്ടർ ഐ ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത് വൈറ്റമിൻ ഇ ഓയിലാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര നല്ലൊരു ചേഞ്ച് തന്നൊരു സാധനമാണ് കേട്ടോ, വൈറ്റമിൻ ഇ ഓയിൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറയുക. അപ്പോൾ ഡാർക്ക് സർക്കിൾസ് മാറാനായിട്ട്, അപ്പോൾ എനിക്ക് ഡാർക്ക് സർക്കിൾസ് നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ കുറേ എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തത് വൈറ്റമിൻ ഇ ഓയിലാണ്, നമ്മുടെ ക്യാപ്സ്യൂളല്ല, ഓയിലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് തന്നെ ലിപ് ബാമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഇനി എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ.